ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛമ്മ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ രേവതിയുടെ അമ്മ വാങ്ങി തന്ന ഷർട്ട് എവിടെ, അതെന്താ നീ ഇടാത്തത്, ഇപ്പം എന്താ വേറെ ഷർട്ട് ഇട്ടിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞെട്ടിക്കൊണ്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി സത്യത്തിൽ വീട്ടിൽ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വേണം നീ നിൻ്റെ ആൻറ്റിയോട് പോയി പറയാം, എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഞങ്ങളുടെ ഈ നല്ല ദിവസം ഒന്ന് കൊളാക്കി കയ്യിൽ തരാം. ഇത് രേവതി ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകെ ചമ്മി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആൻ്റണീനെ ശരത്തിനെയാണ്. ആൻ്റണി ശരത്തിനോട് പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് പേടിയില്ലാത്ത, അവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് നീ ഇപ്പം തന്നെ പോയിട്ട് ചെന്നിട്ട് അവരോട് വീട്ടിൽ പോയിട്ട് ഒന്ന് ചോദിക്കും പറയുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവനെ ഏഷണിപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിവാഹ വാർഷിക ദിവസമാണ്. അവരൊക്കെ നല്ല സന്തോഷത്തോടെ രേവതി നല്ല സുന്ദരിയായിട്ട് പുറപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നത്, നമുക്കൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സെൽഫി എടുത്തിട്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.